ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഒരാഴ്ച മുമ്പ് നടത്തിയ അറ്റകുറ്റപ്പണികൾ പ്രഹസനമായി. കോൺക്രീറ്റ് ചെയ്തടച്ച പാലത്തിലെ കുഴികൾ വീണ്ടും പഴയപടിയായി. മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട്. വീണ്ടും കുഴി രൂപം കൊണ്ടതോടെ പാലത്തിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്നതിനും ഇടവരുത്തും. ഒരു വർഷമായി പാലത്തിൽ രൂപപ്പെട്ട് കിടന്നിരുന്ന വൻ കുഴിയിൽ വീണ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെയാണ് പോലീസ് ഇടപെട്ട് ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിയ ശേഷം അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്ന് കഴിഞ്ഞ 19-ന് പാലത്തിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് പാലം ഗതാഗതത്തിനായി വീണ്ടും തുറന്നു കൊടുത്തത്. എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ കോൺക്രീറ്റ് മുഴുവൻ ഇളകി പഴയതുപോലെയായി. കൂടാതെ സമീപത്ത് കൂടുതൽ കുഴികൾ രൂപപ്പെടുക കൂടി ചെയ്തതോടെ പാലം വഴിയുള്ള ഗതാഗതം പഴയതിനേക്കാളും ദുഷ്കരമായി. 2 വണ്ടികൾ കയറി 2 ദിവസം ആകുമ്പോഴേക്കും തകർന്ന ഭാഗങ്ങൾ വീണ്ടും തകരുകയും യാത്ര ചെയ്യുവാൻ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയുമാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ PWDയുടെയും സർക്കാരിനെയും തികഞ്ഞ അനാസ്ഥയാണ്. 100 വർഷം മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുതിരപ്പുഴയ്ക്ക് കുറുകെ മൂന്നാറിനെയും മാട്ടുപ്പെട്ടി ദേവികുളം മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഇരുമ്പ് പാലം നിർമ്മിച്ചത്. ഇരുവശങ്ങളിലുമുള്ള കരിങ്കൽ തൂണുകളിൽ ഇരുമ്പ് പാളികൾ നിരത്തിയാണ് മാട്ടുപ്പെട്ടി പാലം നിർമ്മിച്ചിരിക്കുന്നത്. വീണ്ടും കുഴി രൂപം കൊണ്ടതോടെ പാലത്തിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്നതിനും ഇടവരുത്തും. അടിയന്തരമായി വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തി പാലത്തിലെ കുഴികൾ പൂർണ്ണമായി അടക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ.